മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 99ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. 2 ദിനവൃത്താന്തം 26 മുതൽ 29 വരെ, അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം. ഇതാണ് പോർഷൻസ് കേട്ടോ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. യോദ്ധാക്കൾ ധരിക്കുന്ന തൊപ്പിക്ക് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പേരെന്ത്? ഈ പേര് ഒരു ശരീര അവയവത്തോടു കൂടെ ആരംഭിക്കുന്നു. എന്താണ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. യോദ്ധാക്കൾ ധരിക്കുന്ന തൊപ്പിക്ക് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പേരെന്ത്? ഈ പേര് ഒരു ശരീര അവയവത്തോടു കൂടെ ആരംഭിക്കുന്നു. എന്താണത്? ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൻ നിർജ്ജന പ്രദേശത്ത് പണിത ഒരു നിർമ്മിതി മകൻ കാടുകളിൽ പണിതു. എന്താണ്? അപ്പന്റെയും മകന്റെയും പേരെന്ത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. അപ്പൻ നിർജ്ജന പ്രദേശത്ത് പണിത ഒരു നിർമ്മിതി മകൻ കാടുകളിൽ പണിതു. എന്താണ്? അപ്പന്റെയും മകന്റെയും പേരെന്ത്? ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ആയുധവും ഘനമുള്ള ഒരു വസ്തുവും ചേർന്ന ഒറ്റ പദം. ഇവ രണ്ടും ബൈബിളിലെ ഒരു രാജാവ് ജയത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒറ്റ പദം പാഠഭാഗത്ത് ഒരു രാജാവ് നിർമ്മിച്ചതാണ്. എന്ത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു ആയുധവും ഘനമുള്ള ഒരു വസ്തുവും ചേർന്ന ഒറ്റ പദം. ഇവ രണ്ടും ബൈബിളിലെ ഒരു രാജാവ് ജയത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒറ്റ പദം പാഠഭാഗത്ത് ഒരു രാജാവ് നിർമ്മിച്ചതാണ്. എന്ത്? നാലാമത്തെ ക്വസ്റ്റ്യൻ. പുതിയ നിയമത്തിൽ വിലക്കപ്പെട്ടത് അല്ലെങ്കിൽ അനുവദിക്കാത്തത് എന്നർത്ഥം വരുന്ന ഒരു പദം ഏത്? പുതിയ നിയമത്തിൽ വിലക്കപ്പെട്ടത് അല്ലെങ്കിൽ അനുവദിക്കാത്തത് എന്നർത്ഥം വരുന്ന ഒരു പദം ഏത്? ഫൈനൽ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ചോദ്യം. യഹോവയ്ക്ക് ധൂപം കാട്ടുവാൻ ഉസിയാവിനെ സമ്മതിക്കാത്തത് എത്ര പേർ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. യഹോവയ്ക്ക് ധൂപം കാട്ടുവാൻ ഉസിയാവിനെ സമ്മതിക്കാത്തത് എത്ര പേർ? അപ്പൊ ഇതാണ് 5 ക്വസ്റ്റ്യൻസ് കേട്ടോ. എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആൻസേഴ്സ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിത്ത് റെഫറൻസ് അയച്ചോളൂ. ഇതിന്റെ ഉത്തരങ്ങൾ നാളെ രാവിലെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നാളെ ഉത്തരങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.